₹1 പോലും മുടക്കേണ്ടാത്തൊരു കാര്യമാണ് ബെസ്റ്റ് ഡ്രീം നമ്മുടെ തലയുടെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഫീഡ് ചെയ്യുക എന്നുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട്. അതായത് ഒരു ഡ്രീം കാണാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത് പെർമനന്റ് ആക്കുക ബ്രെയിനിൽ. ഓരോ ശ്വാസത്തിലും ആ ഡ്രീം നമ്മുടെ ഉള്ളിലുണ്ടാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സിമ്പിൾ തിങ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വരില്ല. നമ്മളിപ്പോൾ ഒരു നല്ല മാരുതി കാർ കാണണമെങ്കിൽ നമ്മൾ വിചാരിക്കുക അന്ന് മാരുതി കാർ വാങ്ങണം. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ഹോണ്ട കാർ കാണുകയാണ്, അപ്പൊ തന്നെ മാരുതി കാറിൽ നിന്ന് നമുക്ക് എന്തായിട്ട് മാറി? ഹോണ്ട കാറിലായി അല്ലേ? ഈ ഹോണ്ട കാറിൽ നിന്ന് പിന്നെ അടുത്തൊരു BMW കാർ കാണുമ്പോൾ നമുക്ക് BMW കാർ കാണുന്നത് ആഗ്രഹിക്കുകയാണ്. BMW കാർ കണ്ടു കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ നമ്മളൊരു ജാഗ്വർ കാണാണ്, അല്ലെങ്കിൽ ഒരു ഡിഫൻഡർ കാണാണ്. പോലെ എല്ലാം കളഞ്ഞ് ഡിഫൻഡർ വാങ്ങണം. അപ്പൊ നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാറാൻ പാടില്ലെന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുന്നത് ടോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് കോംപ്രമൈസ് ഉണ്ടാവില്ല. നിങ്ങൾ മാരേജ് വാങ്ങിക്കോ, അല്ലാണ്ട് നിങ്ങൾ ഡ്രീം മാറ്റിക്കൊണ്ടിരിക്കരുത്. ഒരാഴ്ചയിൽ തന്നെ 10 കാറ് ഡിഫറെന്റ് ആയിട്ടുള്ള കാർ വാങ്ങാൻ ആഗ്രഹിച്ചാൽ ഒന്നും വാങ്ങാൻ പറ്റൂല നമുക്ക്, ശരിയല്ലേ? നിങ്ങൾ തീരുമാനിക്കുകയാണ് ഓക്കെ നിങ്ങൾക്കൊരു കാർ വാങ്ങണം, അപ്പൊ നിങ്ങൾ മാരുതി വാങ്ങാൻ തീരുമാനിച്ചു. മാരുതി വാങ്ങുന്നത് ഡിഫൻഡറിലേക്ക് പോകാനുള്ള യാത്രയുടെ തുടക്കമായി കാണണമെന്ന്. അതാണ് ബെസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം വാങ്ങിയത് നാനോ കാറാണ്. നാനോ കാർ വാങ്ങിയത് ഞാൻ എൻ്റെ റൂമിൽ ഹോണ്ട ജാസ് ഡിസൈൻ ചെയ്ത് ഇന്ന ഡേറ്റിൽ ഞാൻ ഇത് വാങ്ങുമെന്നും പറഞ്ഞ് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന ഡേറ്റിൽ, ആ ഡേറ്റിൽ തന്നെ വാങ്ങി. നമ്മുടെ ബ്രെയിനുള്ള കപ്പാസിറ്റി തരും. പക്ഷെ നാനോ വാങ്ങിയത് ഈ കാർ വാങ്ങാൻ വേണ്ടിയാണ്. 1 വർഷത്തിനുള്ളിൽ ആ കാർ വാങ്ങി. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന്റെ കാര്യമല്ല, ഞാൻ മേടിച്ചതിന്റെ ഒരു ഗമ പറയുന്നതല്ല. നമ്മുടെ മനസ്സ് വൺസ് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് അതിൽ നിന്ന് ഒരിക്കലും മാറാൻ കഴിയില്ല. ഇപ്പൊ ഡ്രീം, ദ ബെസ്റ്റ് ഡ്രീം ആയിരിക്കണം ഈ ബെസ്റ്റ് ബ്രെയിനിൽ. ബാഡ് ബ്രെയിൻ ഓൾവേസ് ക്രിയേറ്റ് ബാഡ് തോട്ട്സ് ആൻഡ് ഗുഡ് ബ്രെയിൻ ഓൾവേസ് ക്രിയേറ്റ് ഗുഡ് തോട്ട്സ്. അത് അയാളുടെ ബ്രെയിനെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലാതെ ഇത് ബാക്കിയുള്ള സാഹചര്യം ഒന്നുമല്ല. സാഹചര്യം ഒന്നൊരു വിഷയമല്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമുക്ക് ആയിത്തീരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് ചിന്തിക്കുക.